പക്ഷേ ഒരു പുതിയ കാലചക്രത്തിൻ്റെ ഉദയം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിരീക്ഷിച്ചത്. കലഹങ്ങളെല്ലാം അവസാനിക്കേണ്ട സമയമെന്ന് മോഹൻ ഭഗവത്, രാമരാജ്യത്തിൻ്റെ തുടക്കമെന്ന് യോഗി ആദിത്യനാഥ്. യഥാർത്ഥത്തിൽ ഇന്ന് അയോധ്യയിൽ സംഭവിച്ചത് ഒരു മതരാഷ്ട്രത്തിൻ്റെ, ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അരുൺ, ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ജനാധിപത്യം ഉപയോഗിച്ച് ജനാധിപത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ജനാധിപത്യത്തിൽ നിന്ന് ദൈവികാധിപത്യത്തിലേക്ക്, ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് നിർഭാഗ്യവശാൽ ഭാരതം കാലുമാറുന്നതിൻ്റെ ചിത്രമാണ്. ഇന്ന് ഈ ദിവസത്തിന് ചരിത്രത്തിലൊരു പ്രത്യേകതയുണ്ട്. ജാനുവരി 22. അതെന്താണെന്ന് വിചാരിച്ചാൽ, മതേതരത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് ജേക്കബ് ഹോളിയോക്കാണ്. അദ്ദേഹം ബർമിംഗ്ഹാമിൽ ജനിച്ച ഇംഗ്ലീഷുകാരനായ ഒരു മതേതര പ്രവർത്തകനാണ്, പത്രപ്രവർത്തകനാണ്, യുക്തിവാദിയായിരുന്നു. ദൈവനന്ദയുടെ പേരിൽ 6 മാസം തടവ് അനുഭവിച്ച ആളാണ്. സഹകരണ രംഗത്ത് വളരെ പ്രവർത്തിച്ച ആളാണ്, ധാരാളം എഴുതിയ ആളാണ്. അദ്ദേഹമാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് 1851. ആ മനുഷ്യൻ 1906 ജനുവരി 22 മരിച്ചു, 118 കൊല്ലം മുമ്പ്. അപ്പം ഞാൻ ആലോചിക്കുക, എന്തൊരു യാദൃച്ഛികതയാണ്. മതേതരത്വത്തിൻ്റെ പിതാവായിട്ട് ചരിത്രം കൊണ്ടാടുന്ന ഹോളിയോക്ക് മരിച്ചതും ഇന്നത്തെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും ഒരേ ദിവസം വന്നിരിക്കുന്നു. ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണ്. കാരണം ഒരു മതരാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, ഈ വാർദ്ധക്യത്തിൽ മതേതര രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഞാൻ വാർദ്ധക്യത്തിൽ മതരാഷ്ട്രത്തിൽ ജീവിക്കാനും മരിക്കാനും പോവായിരിക്കും. എനിക്കതിൽ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. എന്നെപ്പറ്റി തന്നെ വളരെ സിമ്പതി തോന്നുന്നുണ്ട്. മൊത്തം എൻ്റെ നാട്ടുകാരായ 142 കോടി ജനങ്ങളെപ്പറ്റി കഷ്ടം തോന്നുന്നുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, പൗരാവകാശങ്ങളില്ലാതെ, പുരോഗമന ചിന്തയില്ലാതെ, ശാസ്ത്രീയ ബോധമില്ലാതെ, യുക്തിയില്ലാതെ ഒരു രാഷ്ട്രം ഏറ്റവും വലിയ പിന്മടക്കം, പിന്നോക്ക യാത്ര, പിന്നോട്ടുള്ള നടത്തം ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ ഭക്തിയും യുക്തിയും കൂടി ഒന്നിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആധിപത്യം പുലർത്താൻ പോകുന്നത് ദൈവങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുരോഹിതന്മാർ ഭരിക്കും. ഇപ്പം നമ്മളെ തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, അതിൻ്റെയും കുറച്ചപ്പുറത്ത് ഇറാനുണ്ട്. അവിടെയൊക്കെ അവർ പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ്. ഇസ്ലാമിക് ആണെങ്കിൽ അത് റിപ്പബ്ലിക് ആവില്ല, റിപ്പബ്ലിക് ആണെങ്കിൽ ഇസ്ലാമിക് ആവില്ല. കാരണം കാലത്തിനും ദേശത്തിനും അനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കാനും നിയമങ്ങൾ റദ്ദാക്കാനും നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും പ്രാപ്തിയുള്ള രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയാം. ഇന്ത്യ ഇതുവരെ റിപ്പബ്ലിക് ആയിരുന്നു. അപ്പോൾ മതരാഷ്ട്രം എന്ന് പറയുന്നത് അത് യഹൂദ മതത്തിൻ്റെ പേരിലാണെങ്കിലും ഹിന്ദു മതത്തിൻ്റെ പേരിലാണെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ തുല്യമാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. കാരണം വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാവുന്ന ഒന്നിനെയാണ് മതരാഷ്ട്രം എന്ന് പറയാം. അപ്പോൾ രാജ്യം മുഴുവൻ സന്തോഷത്തിലാണ് എന്ന് മോദി പറയുന്നിടത്താണ് തന്റെ ആശങ്ക. ഡോക്ടർ MN കാരശ്ശേരി. You are watching Reporter Evening Show.